മനുഷ്യർക്ക് പ്രായമായാലും വിഷുവിന് പ്രായമാകുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ ചെറുപഴശ്ശിയിലെ കാലടി എന്ന് പറയുന്ന സ്ഥലത്തെ കുറേ അച്ചാച്ചന്മാർക്കും അമ്മമാർക്കൊപ്പമാണ്. ഇവരുടെ പഴയ വിഷു ഓർമ്മകൾ നമുക്ക് കേൾക്കാം. വിഷു എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഓർമ്മയാണ് അല്ലേ? എങ്ങനെയാ പഴയ വിഷുവിൽ എങ്ങനെയാ? പഴയ വിഷു എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇത്ര പരിഷ്കാരങ്ങളോ പിന്നെ പുതിയ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും പുതുവസ്ത്രങ്ങളും വയസ്സന്മാർക്കും എല്ലാം പുതുവസ്ത്രങ്ങളാണ്. പണ്ട് പിന്നെ ഉള്ളേനെ കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ വിഷു കഴിക്കുക. എല്ലാവർക്കും ഒന്നും ഇത്രയും അഭിവൃദ്ധിയിലൊന്നും വിഷു കഴിക്കാനൊന്നും കഴിയില്ല. ഒന്നാന്ന് ഉള്ളത് നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ സദ്യ ഉണ്ടാവില്ല, കഞ്ഞി ആയിരിക്കും. കഞ്ഞിയല്ല, സദ്യയൊക്കെ എങ്ങനെയെങ്കിലും ഒരുക്കും. എന്താണെന്ന് വെച്ചാൽ അരി നമ്മൾ കുത്തി അരി ഉണ്ടാവും, നട്ട വെള്ളരിക്ക ഉണ്ടാവും, എല്ലാ പച്ചക്കറികളും നമ്മളെ കൈവശം തന്നെ ഉണ്ടാവും. അതിങ്ങനെ കണിയും വെക്കും, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യും. പീടികയിൽ സാധനം വന്നിട്ടില്ലേ നമുക്ക് ഇതൊന്നും കിട്ടും. ഇത് ഇപ്പം പീടികയിൽ സാധനം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. നമ്മൾ പിന്നെ അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലാണ്. ഒന്നുമില്ലാതെ ഒരു ചെറിയൊരു പിന്നെ ചെറ്റക്കൂടിലും പിന്നെ കുറച്ച് സ്ഥലവും മാത്രമുള്ള അങ്ങനെയാണ്. പണ്ടത്തെ വിഷുവിൻ്റെ ഓർമ്മ അങ്ങനെയാണ്. പടക്കം വാങ്ങാനെല്ലാം പൈസ കിട്ടുമോ? കശുവണ്ടി വേറെ ആളെ പറമ്പത്ത് പോയിട്ട് പിന്നെ പൊറുക്കി ആരും കാണാണ്ടെല്ലാം പൊറുക്കി വിറ്റിട്ട് പിടി വാങ്ങാൻ മാത്രം, വേറെ ഒന്നുമല്ല. പിടി വാങ്ങാൻ വേണ്ടി വേറെ പൈസ ഇല്ല. പിന്നെ ഉടമസ്ഥന്മാർ എപ്പോഴെങ്കിലും ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്? ഇല്ല ഇതുവരെ പൊക്കിയില്ല. നേരത്തെ കളവല്ലൊരു രസമല്ലേ സത്യം പറഞ്ഞാൽ? അല്ല, അതൊരു ആവശ്യമായിട്ട് മാറും. അതൊരു രസമാണ്. കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ സ്വകാര്യമായിട്ട് പോയി അങ്ങനെ ഇതെല്ലാം എടുക്കും. എന്നിട്ട് അണ്ടി വിറ്റ് പടക്കം വാങ്ങി പടക്കം പൊട്ടിച്ച് അങ്ങനെ ഒരു ജോലി. സ്ത്രീകളായിട്ടുള്ളവർക്കൊക്കെ അന്നേരം എങ്ങനെയാ പടക്കം വാങ്ങാനും പടക്കം പൊട്ടിക്കാനൊക്കെ പോകും? എല്ലാം കുട്ടികളിങ്ങനെ വാങ്ങുന്നു, കൊണ്ടുവരുന്നു, പൊട്ടിക്കുന്നു. അങ്ങനെ ഇപ്പം കുട്ടികളൊക്കെ പൊട്ടിക്കുന്ന കാണുമ്പോൾ കുറേ പൈസ അന്ന് 10 അല്ലെങ്കിൽ കാലണക്കും 1 ഉറുപ്പ്യക്കൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പൈസ 5000-നും 2000-നും അല്ലേ? അതെ ഒരാഴ്ച മുന്നേ കുട്ടികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, പൊട്ടിക്കുന്നു. നമ്മൾ എന്തെങ്കിലും അപകടം വരും വിചാരിച്ചിട്ട് കുട്ടികളെ പറയുന്നു. ഈ ചെറിയ പ്രായത്തിലെല്ലാം പടക്കം പൊട്ടിച്ചില്ല? കുട്ടികൾ പൊട്ടിച്ചു. നിങ്ങൾ പൊട്ടിച്ചില്ല? ഇല്ല, പൊട്ടിച്ചിട്ടില്ല. പേടിയാണോ? പേടിയുണ്ട്, എന്നാലും പൂക്കുറ്റിയും അങ്ങനെ കമ്പിച്ചെല്ലാം അങ്ങനെ ആഘോഷിക്കും. എങ്ങനെയാ നിങ്ങളുടെ വിഷു ആഘോഷം? നമ്മളെ വിഷു ആഘോഷം പറഞ്ഞില്ലേ, ഈ നാട്ടിലുള്ള ഉത്സവത്തിൻ്റെ കൂട്ടത്തിൽ പ്രധാനം വിഷുവാണ്. പിന്നെ ഓണം, പിന്നെ പൂരം, ഇതൊക്കെയാണ് ഇവിടുത്തെ ആഘോഷം. പടക്കം നമ്മളെല്ലാം വാങ്ങി പൊട്ടിക്കലുണ്ട്. അണ്ടി കട്ടിട്ട് തന്നെയാണ് പടക്കം വാങ്ങൽ. അണ്ടി കക്കലെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ആ ഇടയിലെ കൂടി ഇങ്ങനെ ഒരു നടന്നാൽ കുറേ അണ്ടി കിട്ടും. അത് എവിടെയും കൊണ്ടുപോയിട്ട് വിറ്റിട്ട് പൈസ സ്വരൂപിക്കും, അതിനെ കൊണ്ട് വാങ്ങും. അപ്പോൾ കരുണൻ്റെ കരുണൻ കച്ചവടം ചെയ്യുന്നുണ്ട്. കരുണൻ്റെ അണ്ടി തന്നെയാണ് കക്കുക. അയാളെ വീടിൽ തന്നെ കൊണ്ട് അല്ല, ഓൻ പറയും നിങ്ങൾ വേറെ എടിയും കൊണ്ട് കൊടുക്കരുത്, കാരണം അണ്ടി അനക്ക് തന്നെ വരണം, കാരണം അത് അതിൻ്റെ ലാഭമെങ്കിലും ഇറക്കി കിട്ടുമല്ലോ. അത് അങ്ങനെ ആടെ കൊടുക്കും. അത് ഒരണ്ടി തീയെല്ലാം ചെയ്യും. പിന്നെ നമ്മളെ അച്ഛൻ്റെ വീട് ഇവിടെ തന്നെയാണ്. അച്ഛൻ്റെ വീടിൻ്റെ കുന്നുംപുറത്ത് അണ്ടി ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ഇതിലേ കൂടി പോയിട്ട് വളഞ്ഞു പോയിട്ട് കുന്നുംപുറത്തേ കൂടി ഇറങ്ങിയിട്ട് പുത്തിമാമ്മ കയറിയിട്ട് അണ്ടിയെല്ലാം പറിച്ച് പൈസ ഉണ്ടാക്കും. അങ്ങനെയെല്ലാം പടക്കം വാങ്ങൽ. അപ്പോൾ പിന്നെ നേരെ പോയിട്ട് വീട്ടിലേക്ക് അണ്ടി പൊറുക്കി കൊടുക്കും. ആദ്യം നമ്മളെ വകയിൽ പൊറുക്കും. അങ്ങനെയല്ലാന്ന് പടക്കെല്ലാം ഇഷ്ടം പോലെ പൊട്ടിക്കും. പിന്നെ അണ്ടിക്കാലത്ത് നമുക്കെല്ലാം കച്ചവടമുണ്ട്, ഈ അണ്ടി കച്ചവടം. പിന്നെ നിലക്കടലക്ക, മുട്ടായി, ഇങ്ങനെയുള്ളതെല്ലാം വിൽക്കും. അന്നേരം ഈ സത്യത്തിൽ സ്കൂളിൽ പോയി സ്കൂളെല്ലാം കൃത്യമായിട്ട് പോലെ വെക്കേഷൻ സമയമായിരിക്കുമല്ലോ? വെക്കേഷൻ സമയത്താണ്. പിന്നെ അണ്ടിക്കാലത്ത് മിക്ക കുട്ടികൾക്കും കച്ചവടമുണ്ട്. ഷോർട്ട് നടത്തും, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട്. അണ്ടി കച്ചവടം എന്താണെന്ന് വെച്ചാൽ ഒരണ്ടി കൊടുത്താൽ 2-3 നിലക്കടല അല്ലെങ്കിൽ ഒരു മുട്ടായി, ഇങ്ങനെയെല്ലാം കച്ചവടം. അത് സ്വരൂപിച്ചിട്ട് വിൽക്കും. താക്കോലിൻ്റെ അകത്ത് ഈ തീപ്പെട്ടീൻ്റെ ആ മരുന്ന് നിറച്ചിട്ട് നമ്മൾ പിന്നെ ആണി വെച്ചിട്ട് സ്വന്തമായിട്ട് പൊട്ടിക്കലുണ്ട്. നാണേച്ചി ഒരു വായനാ മുത്തശ്ശിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പിന്നെ ദേശാഭിമാനി ഓർ വാങ്ങും. അപ്പോൾ അത് ഒന്നും ഒയ്യാണ്ട് വായിച്ച് തീർക്കുന്ന ഒരു വായനാ മുത്തശ്ശിയാണ് നമ്മളെ നാണേച്ചി. പണ്ടുള്ള എല്ലാവരും ഈ പറയുന്ന വിഷുവിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടിയിരുന്നിട്ടൊക്കെയുള്ള പരിപാടികളുണ്ടോ? അതായത് ഒരു കൂട്ടായ്മ. ഇപ്പം എല്ലാവരും അവരവരുടെ വീട്ടിലല്ലേ. പണ്ടെല്ലാവരും ഈ വായനശാലയൊക്കെ ഉച്ചക്ക് കഴിഞ്ഞിട്ട് ഒരു വായനശാലയ്ക്ക് വരലും അല്ലെ, അങ്ങനെയുള്ള പരിപാടികൾ. വൈകുന്നേരങ്ങളിൽ സാധാരണ ഇതിൽ ഒരു നല്ലൊരു യുവാക്കൾ ഇവിടെ വന്ന് കൂടി അവരുടെ നാടകാഭിനയം മറ്റേ അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ വിഷുവിൻ്റെ സമയത്ത് അങ്ങനെ ഉണ്ടാകലുണ്ട്. എല്ലാ ദിവസവും വിഷുവിൻ്റെ സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും ഇടത്തേക്ക് വരും. പിന്നെ അതൊരു മസാലക്കൂട്ടായിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ പോകും.
അത് സമയം തിരിയുന്നുണ്ടല്ലോ മണിക്കൂർ. മണിക്കൂറുകളോളം ഇരിക്കും. പിന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഷുക്കണി ഒരുക്കും. പിന്നെ അതുപോലെ തന്നെ ബാൻശാലിൻ്റെ പുസ്തകക്കണി ഒരുക്കും. വിഷുക്കണി എന്ന് പറഞ്ഞാൽ പുസ്തകക്കണി ഒരുക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പുകൾ നടത്തും. അതൊക്കെ വാൻശാല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ, കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷുക്കണിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതായത് പഴയ വിഷുക്കണി ഇപ്പോഴത്തെ വിഷുക്കണി തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? സാധനങ്ങളൊക്കെ അധികം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ അധികം വെക്കുന്നുണ്ട് എല്ലാരും. പണ്ട് വെക്കാൻ ഇല്ലാത്തോണ്ടായിരിക്കും. അതൊന്നല്ല, പണ്ട് ആ കണക്കായതേ വെക്കും. ഇപ്പൊ അധികം എല്ലാ സാധനവും വാങ്ങി വെക്കുന്നുണ്ട്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ മടക്ക് പൊടാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു വെള്ള മുണ്ട് അപ്പോൾ ഇങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് അരി ഇടും. അതിൻ്റെ അകത്ത് കാസേറ് വെച്ചിട്ട് അതിലാണ് അരി ഇട്ട് വെക്കുക. ഇന്ന് ആ സംഭവമായി മടക്ക് പൊട. അതിൻ്റെ അകത്താണ് കാസേറ് വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് അരിയിട്ട് അതാണ് എല്ലാവരും ഇങ്ങനെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ പലമ്മൽ ഇരുന്നിട്ട് നമ്മൾ ഈ വിഷുക്കണി വെച്ചതിൻ്റെ പിന്നിൽ 2 പല വെക്കും. അവിടെ നമ്മൾ ചെറിയ കുട്ടികളെല്ലാം അവിടെ ഇരുന്നിട്ടാകുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവർക്കും അരി ഇങ്ങനെ നുള്ളിയിടും. അത് അങ്ങനത്തെ ഒരു സമ്പ്രദായം വേണ്ടിയിട്ട് നമ്മൾ കാല് തൊട്ട് തരുമ്പോൾ വെച്ചാൽ ഒരു 3/4 തരും. കൈ നീട്ടം 1 3/4 അന്നല്ല അത്രയേ ഉള്ളൂ. മുക്കാല് എന്ന് പറഞ്ഞാൽ അന്നാ തന്നെ പിള്ളേർക്ക് ആ വെറും അതെ, അതങ്ങനെ വിചാരിക്കും. പൈസയാണല്ലേ? അതെ, പൈസയാണ് 3/4. നേരത്തെ ഒരു മുക്കാലിനെ കൊണ്ട് പിന്നെ എന്തൊക്കെ നടക്കും? അന്നത് മീൻ വാങ്ങാം, ഉപ്പ് വാങ്ങാം, ബാക്കി വീട്ടിലുള്ള സാധനം എല്ലാം വാങ്ങാം ഈ മുക്കാലിനെ കൊണ്ട്. ഈ 3/4 കൊണ്ട്. മുമ്പത്തെ ഏറ്റവും ചെറിയ നാണയം കാസാണ്, ഒരു കാസ്. പിന്നെ ഒരു കാസ് എന്ന് പറഞ്ഞാൽ 3 കാസ് കൂടിയാലാണ് ഏറ്റവും പിന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കൈനീട്ടം കിട്ടിയായിരുന്നു. ഓർമ്മിച്ച് നോക്കിയാട്ടെ. അങ്ങനെ ഓർമ്മിക്കാൻ അതിപ്പോ ഓർമ്മിക്കാൻ അച്ഛൻ്റെ അടുക്കന്ന്, അമ്മേൻ്റെ അടുക്കന്ന് ആ കൈനീട്ടം കിട്ടിയ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അന്നേരം ഇതുപോലെ തന്നെ ഒന്നും ഇല്ലാതെ ഒരു സമയമാണ്. ആ കഷ്ടപ്പാട് വാങ്ങുമ്പോൾ നമുക്കറിയാം. അന്നേരം അധ്വാനിച്ചിട്ട് കിട്ടുന്ന വേറെ ഒന്നും കിട്ടാനില്ല. പ്രായമായത് മനുഷ്യർക്ക് മാത്രമാണ്. വിഷുവിന് പ്രായമാവുന്നില്ല. കാലം മാറി അല്ലെങ്കിൽ തലമുറകൾ മാറി എന്നതിനപ്പുറത്തേക്ക് വിഷുവിന് ഒരു മാറ്റവുമില്ല. പുതിയ കാലത്ത് പുതിയ രീതികൾ, പരിഷ്കാരങ്ങൾ, പഴയ കാലത്ത് പഴയതായ രീതിയിലുള്ള വിഷു ആഘോഷങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അതിനിടയിൽ വന്നു ചേരുന്ന ഒരു വിഷു അനുഭവം. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിന്. പഴമയുടെ വിഷു ഓർമ്മകളോടൊപ്പം പുതിയ വിഷു ആഘോഷിക്കുന്ന വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിയും റിപ്പോർട്ടർ അർജുൻ കല്യാണും.